ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമ്മുടെ ഉത്സവമാണ്. ഇന്ന് ശിവരാത്രിയാണ്. ഇന്നാണ് മെയിൻ ഉത്സവം. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോവാം. രാവിലെ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴാം. ഉച്ചയ്ക്ക് നമുക്ക് പായസം കൂട്ടി സദ്യ കഴിക്കാൻ ജാനു. പിന്നെ എല്ലാ നേരത്തെയും മേളം ആസ്വദിക്കാം. ശിവ നല്ല കിടന്നത് ലേറ്റായി. അപ്പോൾ എഴുന്നേറ്റുള്ള ഇത്തിരി കഴിയുമ്പോൾ വിളിച്ച് വീണ്ടും എന്തായാലും ഇന്ന് ഫുൾ അവിടെയാണല്ലോ, കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വെച്ചാൽ ഒത്തിരി നേരം. അപ്പോൾ നമുക്ക് പോവാം ജനമ്പലത്തേക്ക്. ഞാനൊരു പാവാടിയും ബ്ലൗസ് ഇട്ടേക്കണേ. ഞാനും മീഷോന്ന് വാങ്ങിച്ചൊരു പാവാടിയും ബ്ലൗസ്. പക്ഷെ ഞാൻ ഇത്ര ക്വാളിറ്റി വിചാരിച്ചില്ല. അടിപൊളി. അമ്മ ഫുൾ ഫ്ലവറായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റുള്ള കോട്ട് സെറ്റാണ് ഇട്ടേക്കണം. അപ്പം സെറ്റ്. അപ്പോൾ നമുക്ക് പോവാം. ഉണ്ടപ്പനില്ലേ, അതാണ് 3 പട്ടിക്കുട്ടിയുള്ളൂ. 9 പട്ടിക്കുട്ടി ഉണ്ടായതാ ആ ഭാഗത്ത്. 3 പട്ടിക്കുട്ടിയുള്ളൂ. അടിയിലുണ്ട് വൈഡ്. മുടി കാട്ടാന്ന് പറഞ്ഞിട്ട് പെണ്ണ് കേൾക്കണല്ലേ. ഭംഗിയുള്ളത് പക്ഷെ മുടി പിടിച്ചു. റോയൽ ചലഞ്ചേഴ്സിന്റെ വകയുള്ള തോരണാണിത്, പന്തലാണിത്. ചലഞ്ചേഴ്സ് ഡേ മോളില് പന്തല്. അതാ നമ്മുടെ പിള്ളേര് സെറ്റ് അവരെ ഗ്രൂപ്പിന്. ആലിന്റെ ഇലകളെല്ലാം പോയി പുതിയ ഇല വന്നു തുടങ്ങി. സൂര്യപ്രകാശം നോക്കി നല്ല രസമില്ല. ഹായ് പറഞ്ഞ സരു. ഇത് കിഴക്കേ നടയാണ് കേട്ടോ. നമ്മൾ ബാക്ക് സൈഡാണ് അമ്പലത്തിൻ്റെ. പടിഞ്ഞാറേ നടക്കുകയാണ് നമ്മുടെ വീട്. അപ്പോൾ എപ്പോഴും ആ നടക്കേ കൂടെ കയറാറ്, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് കിഴക്കേ നട. ഇവിടെ ഇപ്പോൾ പറ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ പറ നിറയ്ക്കാൻ പോകുന്നുണ്ട്. എങ്ങോട്ട് പോയിന്നറിയില്ല. നെൽപ്പറ ഇവർ രണ്ടുപേരും നംശുവിൻ്റെ ജാനുവിൻ്റെ കൂട്ടുകാരാണ്, ക്ലാസ്മേറ്റ്സ്. ഓ, ഷർട്ടുകാരനെ നിറയ്ക്കാൻ പറ്റില്ലേ. എറിയെടുത്തങ്ങോട്ട് ഇട്. പതുക്കെ പതുക്കെ. ആ ഓക്കെ. അച്ഛമ്മക്ക് പറഞ്ഞു കൊടുക്കണോ 3 പ്രാവശ്യം. പിടിച്ചോളൂ അച്ഛമ്മേനും പിടിച്ചോളൂ. തൊട്ടോളൂ, ഒന്ന് തൊട്ട് പിടിക്കും. പതുക്കെ.
തൊഴു ഷാമിനെ തൊഴു. വാങ്ങൂ പ്രസാദം വാങ്ങൂ ജാനു, പ്രസാദം വാങ്ങൂ. അവിടെ തന്നെ നിൽക്കൂ. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ് കേട്ടോ. നമുക്ക് ശൂന്യതമ്മയുടെ അവിടേക്ക് പോവാല്ലേ ഞാനും. സുനിതേച്ചർ അവിടേക്ക് പോവാണ് ഞങ്ങൾ. തൊഴുതു. പിന്നെ സുനിതേച്ചർ അടുത്ത് പോയിട്ട് പാറുകുട്ടിയും പൗർണമിക്കുട്ടിയൊക്കെ ഉണ്ടെന്നല്ല. പൗർണമിക്കുട്ടീനെ ഞാൻ ഓർക്കാനും ആലോചിക്കാനും സമയമൊന്നും കൊടുക്കാണ്ട് എടുത്തുകൊണ്ട് ഓടി വീട്ടിലേക്ക്. നീ ഉണ്ടായില്ല അല്ലേ? നീ ഇവിടെ ആയിരുന്നു അവളുടെ അടുത്ത്. നമുക്ക് പോയിട്ട് പാറക്കുട്ടനെയൊക്കെ ഒന്ന് കണ്ടിട്ട് ചുണ്ടമ്മയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. പാറുവിനെ കാണാണ്ട് അവിടെ ഒന്നും തീറ്റൂല്ല ഉറക്കമില്ല ഒന്നുമില്ല. അമ്പലത്തിൽ ചെന്നിട്ട് തിരക്ക. അമ്മ വന്നാ നിന്റെ? ഇതാണ് ഇന്ന് രാവിലത്തെ ഔട്ട്ഫിറ്റ്. അമ്പലത്തിൽ ശിവരാത്രിക്ക് പോവാൻ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഇതാണ്. ഇനി സാരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം സാരി ഉടുക്കാം. ബ്ലാക്ക് സാരി. ഏകദേശം 11 മണിയായിട്ടുണ്ട്. അപ്പോൾ ശിവരാത്രിയുടെ സെക്കൻഡ് കോസ്റ്റ്യൂം ഇത് പഴയതാണ്. നമ്മുടെ സുനിതേച്ചിയുടെ പ്രസാദിൻ്റെ കല്യാണ നിശ്ചയത്തിന് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. എനിക്ക് ജാനുനും സെയിം ആയിട്ട്. ജാനുൻ്റെ ഇപ്പോൾ കയറില്ല തോന്നുന്നുണ്ട്. ജാനു ഓൾറെഡി ഒരു പർപ്പിൾ കളർ പോലത്തെയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് അമ്പലത്തിലെ സദ്യയൊക്കെ കഴിക്കണമെന്ന്. പായസമൊക്കെ ഉണ്ട്, കിട്ടുമെന്നറിയില്ല. നല്ല തിരക്കാന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വീട്ടിൽ ശരണ്യം ജയസാറൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ അവരിപ്പോൾ വന്ന് പോയി. കുറേ നേരം വർത്താനൊക്കെ പറയാനുണ്ടായി. പക്ഷെ എല്ലാം അങ്ങോട്ട് പറയാൻ സാധിച്ചില്ല. വീഡിയോ എടുത്തില്ല, മറന്നുപോയി. അപ്പം ഞാൻ ഈ അമ്പലത്തേക്ക് ഒന്ന് പോട്ടെ. ഇനി കാളകളിയൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഫുഡ് അടിക്കുക. അത് കഴിഞ്ഞ് ഇനി പിന്നെ നമ്മൾ വൈകുന്നേരം പോയാലും മതി. പിന്നെ പതുക്കെ ഇപ്പോൾ പോയാൽ പിന്നെ പതുക്കെ വന്നാൽ മതി. എന്നിട്ട് നമുക്ക് വൈകുന്നേരം വീണ്ടും പോകാം. അപ്പം ഇതാണ് എൻ്റെ സെക്കൻഡ് കോസ്റ്റ്യൂം. ശിവരാത്രിയുടെ സെക്കൻഡ് കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? എനിക്ക് ഹാഫ് സാരി ഭയങ്കര ഫേവറേറ്റ്. സാരിയേക്കാളും എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ഹാഫ് സാരി. ഞാൻ വെറുതെ ഏതെങ്കിലും പാവാടിയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹാഫ് സാരി കൊടുക്കും അമ്പലത്തിൽ എന്തെങ്കിലും വിശേഷം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എവിടെ നിന്ന് അടുത്ത് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പലതും പലതിൻ്റെ ആയിരിക്കും. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടല്ലോ മുമ്പ്. അപ്പോൾ നമുക്കിനി വീണ്ടും പോവാം. സുനിതേച്ചർ അവിടെ പോയിട്ട് പിള്ളേരൊക്കെ അവിടെയാണ്, ജാനു പാറുവിൻ്റെ ഒപ്പം. അപ്പോൾ സുനിതേച്ചരുടെ അടുത്ത് പോയിട്ട് കാളകളെയൊക്കെ കണ്ടിട്ട് അമ്പലത്തേക്ക് പോവാം. കാളകളി വരുന്നുണ്ട്. നല്ലോണം സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് ഇനിയുണ്ട്. വെയിൽ കൊള്ളുമ്പോൾ ഈ ഡ്രസ്സിൻ്റെ കളർ ഭയങ്കര രസമാണ്. അടിപൊളിയല്ലേ? ഞാൻ പിന്നെ എന്തിട്ടാലും സൗന്ദര്യമല്ലേ അല്ലേ? അമ്പലത്തിലേക്ക് പോവാം. നടന്ന ഇത്രയും എക്സസൈസ് എനിക്ക് ഒരു മാസം കൊണ്ടായിട്ടുണ്ടാവില്ല. ഉത്സവമായി പിന്നെ നല്ല എക്സസൈസാണ്. നടന്ന് അങ്ങോട്ട് പോവുക, പിന്നെ എന്തെങ്കിലും എടുക്കാൻ മറന്നാൽ വീണ്ടും ഇങ്ങോട്ട് വരിക, ആരെങ്കിലും വീട്ടിൽ വന്നാൽ വീണ്ടും ഇങ്ങോട്ട് നടക്കുക, പിന്നെ വീണ്ടും അമ്പലത്തേക്ക് പോവുക. നടത്തി അല്ലെങ്കിൽ സുന്ദിച്ചിടത്തേക്ക് നടക്കുക, വീണ്ടും വീട്ടിലേക്ക് നടക്കുക, ഫുള്ള് നടത്തിയ. അതുകൊണ്ട് ഈ മാസം ഞാൻ ജിമ്മിൽ പോകണില്ല. ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ജിമ്മിൽ പോകണം. സുന്ദിച്ചിടത്ത് പോയിട്ട് കാളകളെയൊക്കെ കണ്ടിട്ട് അമ്പലത്തിൽ പോകണം. സുന്ദേച്ചി വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയി ഫുഡ് അടിക്കട്ടെ കേട്ടോ. കൊട്ട് കുറച്ച് നേരം കാണണം. എനിക്കിഷ്ടമാണ് കൊട്ട് കാണാൻ. അപ്പോൾ കൊട്ട് കുറച്ച് നേരം കാണണം, പിന്നെ ഫുഡ് അടിക്കാം. നല്ല വെയിലുള്ള കാരണം, വെയിൽ മൊത്തി കരിക്കണ കാരണം നല്ല ഗ്ലാമറില്ലേ? ഇത്രയും ഭംഗിയൊന്നും ഇല്ല കേട്ടോ ശരിക്കും. ഡ്രസ്സിൻ്റെ കളർ ഇതൊക്കെ തന്നെ തോന്നുന്നു. അപ്പോൾ നമുക്ക് ചില്ലമ്പപ്പര കേൾക്കാം, കാണാം, ഫുഡ് അടിക്കാൻ പറ്റുമോ? നല്ല തിരക്കുണ്ടാവും.
താക്കോല് ഇടി താക്കോ. അപ്പൊ ഇപ്പോഴത്തെ ഇത് എന്തായാലും തീർന്നു. ചെണ്ടമേളം പൂരൊക്കെ കഴിഞ്ഞു. നാമശിവിന്റെ സ്റ്റിക്കർ കണ്ടപ്പോ അമ്മയ്ക്ക് സ്റ്റിക്കർ വാങ്ങണം. ഏത് ഇങ്ങനെ പൊട്ടിക്കണതല്ലേ? എടാ അതിന്റെ ഉള്ളിൽ മറ്റേ സാധനം വെച്ചിട്ട് പൊട്ടിക്കുന്നല്ലേ? അതാണോ? അതെ അതെ മഞ്ഞല്ലേ? അതിന് നല്ല മറ്റേടാ പൊട്ടാസ് വെച്ചിട്ട് പൊട്ടിക്കണത്. അതല്ല അവൻ പറയണേ. മറ്റേ നല്ലതല്ലേ ഉള്ളിലൊരു സാധനം വെച്ചിട്ട് പൊട്ടിക്കുന്നത്. അപ്പം ഇതാണ് ശിവരാത്രിയിലത്തെ രാത്രി ലുക്ക്. എൻ്റെ രാത്രിയിലത്തെ ലുക്ക് ഇതാണ്. ഇങ്ങനെയുണ്ട്. മുടി കെട്ടാതെ പോകാൻ പറ്റില്ല. അമ്പലത്തിൽ പോകുമ്പോഴേ എനിക്ക് മുടി കെട്ടി പോകുമ്പോഴാണ് കംഫർട്ട്. പിന്നെ സാരി കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കംഫർട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? ഇതാണ് എൻ്റെ ശിവരാത്രി ലുക്ക് സാരി. കുറേ നാളായിട്ട് ബ്ലാക്ക് സാരി ഒരെണ്ണം എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുക മാത്രമല്ല, നമ്മുടെ ശബരി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലെ നിഷ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബർ ആള് കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹരിത ഒരു ബ്ലാക്ക് സാരി എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അന്നേ വിചാരിക്കുന്നുണ്ട് എനിക്ക് ബ്ലാക്ക് സാരി എടുക്കണമെന്ന്. അപ്പോൾ ഈ അടിപൊളി ബ്ലാക്ക് സാരി എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് കുത്താമ്പള്ളിയിലുള്ള മാനവാലൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനവാലൂംസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജും ഉണ്ട്, ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാം. അവർ ഫോട്ടോസ് അയച്ചു തരും, വീഡിയോ കോൾ ചെയ്ത് തരും, അങ്ങനെ വാങ്ങിക്കാം. മാനവ ലൂംസ് എന്നാണ് കേട്ടോ അവരുടെ പേര്. മാനവ ലൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അവർ അയച്ചു തന്നിരിക്കുന്നതാണ്. അവരുടെ ഷോപ്പ് വരുന്നത് കുത്താമ്പള്ളിയിലാണ്. അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയലാണ്, നല്ല സുഖമായിട്ട് ഒതുങ്ങും. ഞാൻ ജസ്റ്റ് തേച്ചൊന്നും വെച്ചില്ല, ജസ്റ്റ് തലയും ഈ ഞെറിയെടുത്തൊന്ന് കുത്തി വെച്ചിട്ടുണ്ടായി, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി. പക്ഷേ സുഖമായിട്ട് എടുത്ത് കൊടുത്തു. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എക്സ്പെഷ്യലി ഈ ബ്ലൗസ് ഞാൻ ഒരു മോഡൽ അയച്ചു കൊടുത്തൊരു ചേച്ചിക്ക് അടിപൊളിയായിട്ട് ഈ ബ്ലൗസ് തയ്ച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് നോക്കൂ, എന്താ ഇതുപോലെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ ഫ്രണ്ടിലും വെക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിലും വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇതിൻ്റെ ബ്ലൗസ് ഏതെങ്കിലും ബ്ലാക്ക് പാവാടയ്ക്ക് ഞാൻ ഒരു ക്രോപ്പ് ടോപ്പായിട്ടൊക്കെ ഇടണമെന്ന് തോന്നി. എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ബ്ലൗസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ രണ്ട് കാര്യം ഭയങ്കര അടിപൊളിയാണ്. ഇതാണ് ഒരു കരവരനെ, പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നുണ്ടോ അതാണ് ഒരു കരവരനെ. ഭയങ്കര ഇഷ്ടമായി. ബ്ലൗസ് തന്നെ അടിപൊളി, ഭയങ്കര കംഫർട്ടാണ് സാരി. പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തും കൂടി സൂപ്പറാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ പ്രശ്നം, സാരി എടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ അല്ലേ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ശിവരാത്രിക്ക് വേണ്ടി എക്സ്പെഷ്യലി മാറ്റി വെച്ച സാരിയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ശിവരാത്രിയുടെ രാത്രിയിലത്തെ ഔട്ട്ഫിറ്റ്. നമ്മുടെ ഉത്സവത്തിന്റെ രാത്രിയിലത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഈ പാറ്റേൺ ഭയങ്കര ഇഷ്ടമായി. കുറെ നാളായിട്ട് വിചാരിക്കുന്നത് ഇങ്ങനെ അടിക്കണമെന്ന്. കോട്ടൺ സാരിക്ക് ഉടുക്കാൻ ഭയങ്കര കംഫർട്ടായിട്ടുള്ള സാരിയാണ് ഇത്. എനിക്ക് മാനവ ലൂംസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റെഡിയാവലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാനപ്പോൾ അമ്പലത്തിലേക്ക് പോവാണ്. അവിടെ നിന്ന് കുട്ടികൾ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, പരിപാടി തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ വരൂ. അമ്പലത്തിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ തന്നെയാണ് പോണേട്ടാ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോവാം. ഗാനമേള എന്താ പറയുക, ഭക്തി ഗാനമേള അവിടെ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് വേഗം പോവാം. കമാ എത്തിപ്പോയി നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത്.
ഐസ്ക്രീം ഉണ്ട്. പോയിടി പോയി. ചുണ്ടേരി പെണ്ണെ എവിടെയാണ് സുണ്ടേച്ചി? അല്ലാട്ട വീഡിയോ. ഐസ്ക്രീമോ ഉത്സവത്തിന് വേണം, ബജ്ജിയോ ഐസ്ക്രീമോ കയ്യിൽ വേണം, അങ്ങനെയാണ്. ആ അവരെവിടെ? അതന്നെ ചേച്ചി വാ. ഇനി ഭഗവാൻ പടിഞ്ഞാറേ നടക്കയിലേക്ക് എഴുന്നള്ളാൻ പോവാണ് കേട്ടാ. ഊരകത്തമ്മേനും കൂടൽ മാണിക്യ സ്വാമീനും സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പടിഞ്ഞാറേ നടക്കയിലേക്ക് പോകുന്നത് കേട്ടാ. കർപ്പൂര ദീപങ്ങളും പഞ്ചവാദ്യവും ഒക്കെ കൂടിയിട്ടാണ് അങ്ങോട്ട് എഴുന്നള്ളിക്കുക. അതിനുശേഷം പറ വയ്ക്കണ ചടങ്ങൊക്കെ ഉണ്ട് കേട്ടാ.
അപ്പോൾ ശിവരാത്രി വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.